ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മാള് വന്ന് ഇവിടെ രാവിലെ മുറ്റം തൂക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ പരിപാടി കണ്ടിന്യൂ ചെയ്താലോ, ഗ്രില്ല് ചെയ്താലോ? എന്താ പറയുക? അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഇന്നലെ നടന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്നത് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ചേട്ടൻ ഇന്നൊരു പുതിയ ബൈക്കൊക്കെ കൊണ്ടുവന്നു. പഴയ ബൈക്ക് തന്നെയാണ്, വിൻറ്റേജ് ബൈക്ക് 60s. പഴയതും അവൻ്റെ മുമ്പ് ഇരുന്നത് ഒരു 80s അത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 60s എടുത്തു. അപ്പം നമ്മൾ ഇന്ന് അതൊന്ന് അപ്പോൾ ഇന്ന് അത് ഓട്ടിച്ചും കൂടെ നോക്കുന്നതായിരിക്കും എങ്ങനെയാണ്. അപ്പോൾ നമുക്കപ്പോൾ അതിൽ പോയി ചിക്കൻ മേടിക്കാം. ഇതാണ് ഇന്നലെ എടുത്ത ബുള്ളറ്റ്. ഇത് 60s ആണ്. ഇപ്പം വേറെയും കളക്ഷൻസൊക്കെ ഉണ്ട് നമ്മുടെ. ഇത് ഏതാ? 90s. 95. ഇത് എൻ്റെത് ജസ്റ്റ് തുടങ്ങിയിരിക്കും 2001. ഇത് എൻ്റെ തന്നെയാണ്. ഇത് 85. ഇത് 60s. ഇനി അത് വർക്ക്ഷോപ്പിൽ ഇരിക്കും. പിന്നെ ഒരു പഴയ പൾസറുണ്ട്. പിന്നെ ഒരു ആക്രിക്കടയുണ്ട്. അപ്പം നമ്മൾ ഇതിൽ ഇന്ന് ചിക്കൻ വാങ്ങാൻ പോവുകയാണ്. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അതേ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്ന കേട്ടോ. മെയിൻ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല. ബാർബിക്യൂ മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കിതിലൊരു റൈഡും പോകാം. അപ്പോൾ ഞാൻ കൂടെ പോവാം. അപ്പോൾ മസാല ഐറ്റംസ് എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് വരാം. ഈ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ, വല്ല നിയോ മാർട്ട്. അപ്പോൾ നമ്മളുടെ സൂപ്പർ മാർക്കറ്റിലെത്തി കേട്ടോ. ബിബി മസാല നോക്കി നടക്കും. ഞങ്ങളിങ്ങനെ മസാല തപ്പി നടക്കുന്നു, കാണുന്നില്ല. പലതി കണ്ടു. തന്തൂരി ചിക്കൻ, ബാർബിക്യൂ ചിക്കൻ മസാല കിട്ടിക്കേ. ഞങ്ങളിത് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ചാർക്കോള് വേണം. അപ്പോൾ അത് മലയങ്കിരി ഉണ്ട്. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ പോയി നോക്കാം. ഇനി അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങൾ ചാർക്കോള് മേടിക്കാനായിട്ട് നോക്കിയിട്ടേ ഒരിടത്തുമില്ല. ഞങ്ങളൊരു ഒത്തിരി കടയിൽ പോയായിരുന്നു, ഒരിടത്തുമില്ല. ഇനി ചാലയിൽ പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങളിത് ഇത് രണ്ടുമാണ് മേടിച്ചിപ്പം. അപ്പോൾ ഇനി ബാക്കി പരിപാടിയിലോട്ട് പോകാമല്ലേ. അപ്പോൾ നമ്മളിത് കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ മാഗ്നേറ്റ് ചെയ്യണം. ഈ ബാർബിക്യൂ മസാലയും ഈ തൈരൊക്കെ ആയിട്ട് നമുക്കിതിനെ മാഗ്നേറ്റ് ചെയ്യണം. നമുക്കിത് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തൈരും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ തൈരും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് കൂടെ ചേർക്കാം. നമ്മൾ വീട്ടിൽ മുറ്റത്ത് തന്നെ പറിക്കുന്നു, ഇടുന്നു. അപ്പോൾ അതേ ഇത്രയും മുളക് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെയും കൂടെ അതിലൊന്ന് ആഡ് ചെയ്യാം. ഓർഗാനിക് ആയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പറിച്ച് മുളക് ജോമോൻ്റെ ഇടാൻ പോവാണ്. ഇങ്ങനെ പൊടിച്ചിടുന്ന മുളക് ആഡ് ചെയ്യാം. നല്ല പച്ച മുളകാണ്. ഇതെന്ത് തരം മുളകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. നമുക്കൊരു സ്പൈസ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെയും കൂടെ നമ്മൾ മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കി പരിപാടി ഗൈസ്. അപ്പോൾ ബാക്കി വന്ന തൈര് വെച്ച് നമ്മൾ ലസ്സി ഉണ്ടാക്കാന്ന് വെച്ചേട്ടോ. പഞ്ചസാര കൂടെ ആഡ് ചെയ്യാൻ പോവാ. മിക്സ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് ആക്കി ലസ്സി. ജോമോൻ്റെ ഫേവറേറ്റ് ചാസാണ് കേട്ടോ. ചാസാണ്, ഞാൻ കുറച്ചുകൂടെ അതാ കുടിച്ചിട്ടുള്ളത്. ഇത് കൊള്ളാം. എങ്ങനെയുണ്ട്? നമ്മൾ ബിരിയാണി കുടിച്ചൊരു ടേസ്റ്റ് ഉണ്ട്.
ആണോ? ഞാൻ നോക്കട്ടെ. വിരാറിലോട്ട് വെച്ച് തന്നിട്ടുണ്ട് ഗൈസ്. ജോമോൻ ഇവിടെ മരം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്രില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവിടെ മരം നന്നായി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഗ്രില്ലിനുള്ള സെറ്റപ്പ് തുടങ്ങാം. മരത്തിന്റെ പിറകെ പോണ ഇനി ഗ്രില്ല് നമുക്കിത് ഇവിടെ ചെയ്തിട്ട് ഗ്രില്ലിലോട്ട് പോകാം. ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വൈകിട്ടാണ് ഗൈസ്. അങ്ങനത്തെ ഇനിഷ്യൽ സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തെന്താ പ്രോസസ്? അടുത്ത് നമ്മൾ തീ കൂട്ടുന്നു, ചുടുന്നു, ചുടുന്നു, കഴിക്കുന്നു. നമ്മളിത് ഇത് കത്തിക്കാനുള്ള പരിപാടിയിലാണ്. ചേട്ടൻ ദേ ഇവിടെ ഇരുന്ന് ഓരോന്നായിട്ട് അടിക്കുന്നുണ്ട്. അതൊക്കെ എന്താവുമെന്ന് കണ്ടറിയാം. ഇന്ന് വേണം വല്ല നടക്കുമോ? ഇവിടെ ഒരു പണിയും ചെയ്യാതെ നിൽക്കുന്നുണ്ടോ? പോയി മേക്കപ്പ് ഇട്ടിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ വേണം, ഒരു പണിയും ചെയ്യാതെ പോയി മേക്കപ്പ് ഇട്ടിട്ട് വന്ന് ദേ നിൽക്കുന്നു. ഓക്കെടാ. അങ്ങനെ ഐശ്വര്യമായി ദീപം തെളിയിച്ചിരിക്കുകയാണ്. തെളിയിച്ച ദീപം അതേപോലെ തെളിഞ്ഞ ദീപം കെടുത്തിയിരിക്കുന്നു. അങ്ങനെ ദീപം തെളിഞ്ഞിരിക്കുന്നു. പെട്രോൾ മാറ്റിക്കോ, പെട്രോൾ മാറ്റിക്കോ. നശിപ്പിച്ചു. അങ്ങനെ ആ ദീപം കെട്ടില്ല, അഗ്നിയായി മാറി. അന്നാ നീ ഒഴിക്കാത്തത്? ഇമാതിരി പേടിത്തൊണ്ടന്മാരെയൊക്കെ കൊണ്ടാണല്ലോ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് ആലോചിക്കുമ്പോ. തീ ഇട്ടതും എന്ന് പറഞ്ഞൊരു പേടിച്ച് 1 മണിക്കൂർ അപ്പുറത്ത്, 1 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്നു. അപ്പൊ ഞങ്ങളിത് ഇത് വയ്ക്കാൻ പോവാണ് ഇതിലോട്ട്. അങ്ങനെ ചിക്കൻ ഇട്ടു. എന്ത് സുഖമുള്ള ഏർപ്പാടല്ലേ, എന്ത് സുഖമുള്ള ഏർപ്പാടല്ലേ. ഒരു പണിയെടുക്കാതെ ചെയ്തോ. പണിയെടുക്കുന്നു, ചുമ്മായിക്കുന്നു, പണിയെടുക്കുന്നു, ചുമ്മായിക്കുന്നു. ചിക്കനൊക്കെ ഏകദേശമൊക്കെ പരുവായിട്ടുണ്ട്. കണ്ടോ, ആണ് ചിക്കൻ കണ്ടോ, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടത് അങ്ങനെ നമ്മൾ ഗ്രിൽഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പീസൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്റേതാണ്. ഓ, 2 പീസൊക്കെ ബുക്ക് ചെയ്ത് വെച്ചു. നമ്മളിത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഓരോരുത്തർക്ക് എടുത്ത് വെച്ചു കൊടുക്കാം. അതിലേക്ക് കട്ടെടുത്ത് കഴിഞ്ഞു. This is കറക്റ്റ് ആയിട്ടുണ്ടല്ലേ. ഓൾമോസ്റ്റ് കഴിച്ച് തീരാറായി. ഇനി ഒരു 7up ഉണ്ട്. ചേട്ടൻ അത് പൊട്ടിക്കുന്നുണ്ട്. ഇതേ നമ്മൾ ഈ ഒരു 7up കുടിച്ചിട്ട്
ഗ്രിൽഡ് ചിക്കൻ ചുട്ട് കഴിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ചിക്കനെ ഗ്രില്ല് ചെയ്ത് കഴിച്ചു. വയറൊക്കെ ഫുള്ളായി. നല്ലൊരു സൂപ്പർ ഫുഡിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഞാൻ കാണുന്നത് കേട്ടോ, ആദ്യമായിട്ട് കാണുന്ന ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിന് മുന്നേ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾ കുറച്ച് അധികം പേരായിട്ടൊക്കെ ഗ്രില്ല് ചെയ്തത്. ഇത് ഞങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ ഫസ്റ്റ് ടൈമാണ്. നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.